السلام عليكم ورحمة الله وبركاته. നിസ്കാരം ശരിയാകാനുള്ള 5 നിബന്ധനകളിൽ മൂന്നാമത്തെ നിബന്ധന ഔറത്ത് മറക്കുക എന്നതാണ്. നമുക്ക് ആന്തരികമായും ബാഹ്യമായും ചില ന്യൂനതകളുണ്ട്. ബാഹ്യമായ ന്യൂനതകളെ മറക്കാനാണ് ഔറത്ത് മറക്കണം എന്ന് പറയുന്നത്. ഔറത്ത് മറക്കാൻ വസ്ത്രത്തെ അല്ലാഹു നൽകിയത് അവൻ നൽകിയ വലിയ അനുഗ്രഹമായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ ബനി ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ, നിങ്ങളുടെ ബാഹ്യ ന്യൂനതകൾ മറക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു. വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വ എന്ന വസ്ത്രം ഏറ്റവും ഉത്തമമായ വസ്ത്രവുമാണ് എന്നതിനോട് ചേർത്ത് അല്ലാഹു പറയുകയും ചെയ്യുന്നു. ബാഹ്യമായ നമ്മുടെ ന്യൂനതകൾ മറക്കാൻ വസ്ത്രം നമ്മൾ ധരിക്കേണ്ടതുണ്ട്. ആന്തരികമായ ചില ന്യൂനതകളുണ്ട്, നമ്മുടെ ദുസ്വഭാവങ്ങൾ, നമുക്കുള്ളിലുള്ള അഹംഭാവം, അഹങ്കാരം, വൈകാരികത തുടങ്ങിയ ദുസ്വഭാവങ്ങൾ, അതും ന്യൂനതയാണ്. അത് മറക്കാൻ ഏറ്റവും നല്ല വസ്ത്രം തഖ്വയാണ് എന്നും പരിശുദ്ധ ഖുർആൻ അതിനോട് ചേർത്ത് പറയുകയാണ്. വസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. നിസ്കരിക്കാൻ വരുന്ന ആള് വസ്ത്രം മനോഹരമായി ധരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ആ ഭാഗത്ത് തന്നെ അല്ലാഹു അഅറാഫിൽ പറയുന്നുണ്ട്, യാ ബനി ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയം നിങ്ങൾ നന്നായി സൗന്ദര്യമുള്ളവരാവണം, നന്നായി വസ്ത്ര അലങ്കാരമുള്ളവരാവണം എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. കാരണം നമ്മൾ സംവദിക്കുന്നത്, നമ്മൾ അഭിമുഖം ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ്. നമ്മൾ ജസ്റ്റ് ഭൗതികമായ ലോകത്ത് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോവേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണേണ്ടി വരുമ്പോൾ, നമ്മൾ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങളായി നമ്മൾ അദ്ദേഹത്തെ കാണാറില്ല. പരമാവധി ആളുകളുടെ സ്ഥാനവും മാനവും അനുസരിച്ച് നമ്മൾ നന്നായി വസ്ത്ര അലങ്കാരങ്ങളൊക്കെ നടത്തി അതിമനോഹരമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അത് മന്ത്രിയാണെങ്കിൽ അതിലും കൂടുതൽ പ്രൊഫഷണൽ ആവാൻ നമ്മൾ ശ്രദ്ധിക്കും. അത് പ്രധാനമന്ത്രിയാണെങ്കിൽ, അത് രാഷ്ട്രപതിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രധാരണവുമായിട്ടാണ് നമ്മൾ പോവുക. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആള് നമ്മുടെ ഭാഷയിൽ അത്രയും ഉന്നതനാണ്, ഉയർന്നവനാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളുടെ വസ്ത്രത്തിൽ നമ്മൾ വളരെ മനോഹരമായ വസ്ത്രമാണ് ധരിക്കേണ്ടത്. അതാണ് ഖുർആൻ നമ്മോട് പറയുന്നത്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ആരാധന ചെയ്യുന്ന സമയം വസ്ത്രധാരണത്തിൽ മനോഹരമാക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. നല്ല വസ്ത്രം ധരിക്കുക എന്നത് ഒരു തെറ്റല്ല. ഇസ്ലാമികപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്, അല്ലാഹു തന്റെ അടിമകൾക്ക് അനുവദിച്ച സൗന്ദര്യത്തെ നിഷേധിക്കുന്നവൻ ആരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഈ ലോകത്തുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും അർഹരായവർ അവനെ അനുസരിക്കുന്ന അവന്റെ അടിമകളാണ്. മറ്റുള്ള
കുഫാറുകൾ സത്യനിഷേധികളെക്കാൾ ഉപരി ഈ ലോകത്ത് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും അർഹരായ ആളുകൾ അവന്റെ അനുസരിക്കുന്ന അടിമകളാണ്. അത് നിഷേധിക്കാൻ ഒരാൾക്ക് അവകാശമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. മാലിക് ബിൻ നദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരിക്കൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ആ ചെല്ലുന്ന സമയം ഉടനെ റസൂലുള്ളാഹി ചോദിക്കുകയാണ് മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, ഹല്ലക മിൻ മാലി, എന്തേ നിന്റെ അടുത്ത് പൈസയൊന്നുമില്ലേ? പൈസയൊന്നുമില്ലേ? സ്വഹാബി തിരിച്ചു ചോദിച്ചു പറഞ്ഞു, ഖാല നഅം, ഉണ്ട്, പൈസയുണ്ട്. അടുത്ത ചോദ്യം, മിൻ അയ്യി മാലി, എന്ത് പൈസയാണ് നിന്റെ അടുക്കലുള്ളത്? അപ്പൊ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് ഒട്ടകങ്ങളുണ്ട്, എനിക്ക് ആടുമാടുകളുണ്ട്, കുതിരയുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എനിക്ക് പൈസയുള്ളത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഇങ്ങനെയാണോ നീ വസ്ത്രം ധരിക്കേണ്ടത്? ഇദാ അഹബ്ബ ഇദാ അത്തല്ലാഹു നിഅമതൻ, അല്ലാഹു നിനക്ക് നിഅമത്ത് തന്നാൽ, അഹബ്ബ അൻ തുറാ, ആ നിഅമത്തിന്റെ അസർ നിന്നിൽ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഒരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹം നമ്മളിൽ അത് കാണണം, അത് മറച്ചു വെക്കരുത്. അഹങ്കാരമില്ലാത്ത തരത്തിൽ നമുക്ക് നല്ല ഒരു വസ്ത്രം, ഇസ്ലാം അനുവദിക്കുന്ന വസ്ത്രം നമുക്ക് ധരിക്കാൻ അല്ലാഹു അതിനുള്ള ശേഷി തന്നിട്ടുണ്ടെങ്കിൽ ആ മനോഹരമായ നല്ല വസ്ത്രം ധരിക്കൽ അത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം എന്ന് പറയുന്നത് അത് ഔറത്ത് മറക്കുന്നതിനോട് കൂടെ നമ്മളുടെ മാന്യതയുടെ പ്രതീകം കൂടിയാണ് വസ്ത്രം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സന്ദർഭങ്ങളിലും സമയങ്ങളിലുമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം വസ്ത്രത്തിൽ അഹങ്കരിക്കുന്നത്, വസ്ത്രധാരണത്തിൽ അഹങ്കാരം ചെയ്യുന്നത് കടുത്ത ഭാഷയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചിട്ടുമുണ്ട്. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ജറ സൗബഹു ഖുയല, ഒരാൾ വസ്ത്രം യരിയാണിക്ക് താഴെയിട്ട് വലിച്ചു നടന്നാൽ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവനിലേക്ക് അല്ലാഹു നോക്കുകയില്ല എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. യരിയാണിക്ക് താഴെ നമ്മുടെ പാൻസ്, നമ്മുടെ തുണി, ഇതൊന്നും എന്ന് പറഞ്ഞാൽ പോലും അതത്ര ഗൗനിക്കാത്ത കാര്യമാണ്. യരിയാണിക്ക് താഴെ വസ്ത്രമിട്ടാൽ നിസ്കാരത്തിന്റെ സ്വീകാര്യത, അതിനെ അല്ലാഹു കബൂൽ ചെയ്യുകയില്ലെന്ന് സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനോഹരമായി വസ്ത്രം ധരിക്കുകയും പള്ളിയിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും അത് ഞെരിയാണിക്ക് താഴെയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, ഏറ്റവും മോശമായ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുകയും പുറത്തു പോകുമ്പോൾ, അങ്ങാടിയിൽ പോകുമ്പോൾ, ആളെ കാണാൻ പോകുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള പിഴവാണ്. അതുകൊണ്ട് യാ ബനി ആദമ ഖുദൂ സീനതകും അൻദ കുല്ലി മസ്ജിദ്, ആരാധന ചെയ്യുന്ന സമയം, നിസ്കരിക്കുന്ന സമയം നല്ല വസ്ത്രത്തിൽ മനോഹരമായി സുഗന്ധമൊക്കെ പൂശി, നോമ്പുകാർ അല്ലാത്ത സമയങ്ങളിൽ രാത്രി നിസ്കാരങ്ങൾക്കൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയിലും വെടുപ്പിലും പള്ളിയിലേക്ക് വരാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ സ്ഥാപനത്തെയും സ്ഥാപന വിദ്യാർത്ഥികളെയും ഒക്കെ പലതരത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇഫ്താർ കൊടുക്കുന്നവരും നോമ്പ് തുറപ്പിക്കുന്നവരുമായ സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു അവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗീയമായ ഭക്ഷണം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
السلام عليكم ورحمة الله وبركاته.